ഡൽഹിയിലെ ആനന്ദ് വിഹാറിൽ സ്കൂൾ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. ഡ്രൈവർ, കണ്ടക്ടർ, സ്കൂൾ അറ്റൻഡർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ് എന്ന് പോലും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു ആദ്യമാണ് വരുന്നത്. വീണ്ടും വീണ്ടും ഇത്തരം വാർത്തകൾ കേൾക്കേണ്ടി വരുന്നു, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത, പ്രജിൻ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ബലാത്സംഗം, പീഡന വാർത്തകൾ വരുമ്പോൾ 2012 ഡൽഹി പീഡനം, ക്രൂരമായ ബലാത്സംഗവും തുടർന്ന് രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധങ്ങളുമെല്ലാം കണ്ട ഒരു സ്ഥലമാണ് ഡൽഹി. ഇതിന് പിന്നാലെയാണ് സമാനമായ തരത്തിലുള്ള സംഭവങ്ങൾ ഡൽഹിയിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ വിഷമകരമാണ്, ദാരുണമാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഡൽഹി സ്കൂൾ ബസ്സിൽ വെച്ചാണ് ഈ പെൺകുട്ടിയും പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ഷാദാരയിലെ ആനന്ദ് വിഹാറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ വിട്ട് ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഗാസിയാബാദിലെ ഇന്ദിരാപുരത്തുള്ള വീട്ടിലേക്ക് പെൺകുട്ടി പോകുന്നതിനിടെയാണ് ഈ പീഡനം നടന്നത് എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഈ പെൺകുട്ടി തുടർന്ന് സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സിൻ്റെ ഡ്രൈവർ, കണ്ടക്ടർ, സ്കൂൾ അറ്റൻഡന്റ് എന്നീ 3 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചിരിക്കുന്നു. അതേസമയം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇതുവരെയും ഔപചാരികമായ പരാതി പോലീസിൽ നൽകിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളും പങ്കുവയ്ക്കാൻ ഈ പെൺകുട്ടിയുടെ കുടുംബം തയ്യാറായിട്ടില്ല എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനാകില്ല എന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ കേസെടുത്ത് മുന്നോട്ട് പോകുകയാണ് നിലവിൽ പോലീസ്. എന്നാൽ ഈ സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഔപചാരിക പരാതി ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു വരുന്നു എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. സ്മിത, പ്രജിൻ. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. അതൊരു ട്രോമ തന്നെയാണ് ആ കുടുംബത്തിനും ആ പെൺകുട്ടിക്കും ഒക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ നൽകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമാണ്. പക്ഷേ കൃത്യമായിട്ട് വിവരങ്ങൾ നൽകിയാൽ മാത്രമേ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഇത് വരുമ്പോൾ നിർഭയ ആ കേസ് തന്നെയാണ്. ശരിക്കും നമ്മളും അത് ഓർത്തു അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇന്നൊരു ശിശുദിനം കൂടിയാണ്. ശിശുക്കളെ പോലെയുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഇതുപോലെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് വല്ലാത്ത വേദനിപ്പിക്കുന്നു. ഇനിയുള്ള വാർത്ത, ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കുക എന്ന് പറയുമ്പോഴും നമുക്കും വലിയ വേദനയാണ്.